എന്റെ പേരിന്റെ അർത്ഥം എന്താ? എന്താ ഇപ്പോ ഇങ്ങനെയൊരു സംശയം? ആർക്കുമില്ലാത്ത പേരാണെന്ന് പറഞ്ഞ കൂട്ടുകാരെന്നെ കളിയാക്കുന്നു. അത് ശരി, നിന്റെ പേരെന്താ? ജിയാന. അത് ആർക്കുമില്ലാത്ത പേരാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ കൂട്ടുകാർ. എന്നാ അങ്ങനെയല്ല ട്ടോ. പിന്നെ? അത് വലിയൊരു വിശുദ്ധയുടെ പേരാണ്. ആണോ? അതാരാ വിശുദ്ധ? ഈ അടുത്ത കാലത്ത് വിശുദ്ധയായ 4 മക്കളുടെ അമ്മയാണ് ജിയാന. ജിയാന ബറേത്ത മോള എന്നാണ് മുഴുവൻ പേര്. അമ്മമാർക്കും വിശുദ്ധരാവാൻ പറ്റുമോ? അതിനെന്താ, അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം വിശുദ്ധരാകാം. ഈശോ പറയുന്നത് അനുസരിച്ചാൽ മതി. ആണോ? ജിയാന എങ്ങനെ വിശുദ്ധയായത്? 20-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടറായിരുന്നു ജിയന്ന. 4ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ അവൾക്ക് മാരകമായ ഒരു രോഗം വന്നു. കുഞ്ഞിനെ നശിപ്പിച്ച് ചികിത്സ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ എന്റെ ജീവൻ കാര്യമാക്കണ്ട, ദൈവം എനിക്ക് നൽകിയ എന്റെ കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കണമെന്ന് അവൾ ഡോക്ടർമാരോട് നിർദ്ദേശിച്ചു. അങ്ങനെ അവർ അവളുടെ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു. പാവമ്മ. അതെ, ഒടുവിൽ 1962 ഏപ്രിൽ 21 ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ജിയാന ഒരാഴ്ചയ്ക്ക് ശേഷം മരണത്തിന് കീഴടങ്ങി. 2004 മെയ് 16 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജിയന്നയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്ന് ഗർഭസ്ഥ ശിശുക്കളുടെയും അമ്മമാരുടെയും ഡോക്ടർമാരുടെയും സ്വർഗീയ മധ്യസ്ഥയാണ് ജിയന്ന. ഇപ്പോ നിന്റെ പേരിനെ കുറിച്ച് കൂട്ടുകാർ ചോദിച്ചാൽ നീ എന്തു പറയും? ഞാൻ ഈ അമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അമ്മേ, വലുതാകുമ്പോ ഞാനൊരു ഡോക്ടർ ആയിക്കോട്ടെ. ആധുനിക ലോകത്തിന്റെ ഭൗതികമായ സങ്കീർണതകൾ അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആത്മീയ നേട്ടങ്ങളുടെ പട്ടിക ശൂന്യമാകുന്ന ഒരു കാലത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. ലക്ഷ്യങ്ങളുടെ കണ്ടെത്തലോടെ ഓരോരുത്തരും ഓരോ ദ്വീപുകളായി മാറുന്നു. കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന അകൽച്ച ഈ സമൂഹത്തിൻ്റെ മൂല്യച്യുതിക്ക് അടിസ്ഥാന കാരണമായി മാറുന്നു. ഇത്തരമൊരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നാം അടുത്തറിയാൻ പോകുന്ന ഈ കുടുംബം ഏറെ സവിശേഷതകളുള്ളതാണ്. ജീവന്റെ സംരക്ഷണത്തിനായി ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന ഒരു വിശുദ്ധ നമുക്കിടയിൽ ജീവിച്ചിരുന്നു. വിശുദ്ധ ജിയാന ബറേത്ത എന്ന അവൾ തൻ്റെ 4ാമത്തെ കുഞ്ഞിൻ്റെ ജീവനു വേണ്ടി സ്വയം ത്യജിച്ചവളാണ്. ഈ അമ്മയും തൻ്റെ 8ാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തിനായി പണയം വെച്ചത് തൻ്റെ ജീവിതം തന്നെയാണ്. ഈ കഥയിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിത ദർശനത്തെ അടുത്തറിഞ്ഞേ മതിയാവൂ. നമ്മിൽ പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവരുടെ കഥയിലുണ്ട്. തൃശൂർ ചിറ്റാട്ടുകര സ്വദേശിയായ ജോജുവും ഭാര്യ സപ്നയും 8 മക്കളുടെ മാതാപിതാക്കളായ ദൈവീക ഇടപെടലിൻ്റെ കഥയാണത്. വിവാഹത്തിനു മുൻപ് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സാന്ത്വന എന്ന മിഷനറി സംഘടനയുടെ മുഴുവൻ സമയ ശുശ്രൂഷകനായിരുന്നു ജോജു. തൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷ പ്രഘോഷണത്തിനായി നീക്കിവച്ചയാൾ. സപ്നയാകട്ടെ ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള അഗാധമായ ചിന്തകളാൽ ഭാരപ്പെട്ടിരുന്നവൾ. 97-98 ആ കാലഘട്ടത്തിലാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ ജീസസ് യൂത്തിലൂടെയുള്ള എൻ്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ ജീവൻ്റെ വിലയെക്കുറിച്ച് ഞാൻ അല്പം കൂടുതലായിട്ട് അടുത്തറിഞ്ഞു. ആ സമയത്ത് ഞാനൊരു പ്രോ ലൈഫ് വീഡിയോ കാണുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാനിതുവരെ അബോർഷനെക്കുറിച്ച് പ്രൊസീജിയറായിട്ട് നമ്മൾ വായിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് പോലെ ഇത്രയും ക്രൂരമായിട്ട് ഒരു നിഷ്കളങ്കമായ ജീവൻ നശിക്കപ്പെടുന്നതും അത് പേരൻസിൻ്റെ സമ്മതത്തോടെ അതിങ്ങനെ സംഭവിക്കുന്നതും കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത് തടയാൻ ആർക്കും പറ്റും. കാരണം ഇത് അവനവൻ്റെ തീരുമാനമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി എനിക്ക് ചെയ്യാവുന്ന എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിവാഹത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് ഒരു തീരുമാനത്തെ എടുക്കാതെ എനിക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത്
ഞാൻ വിചാരിച്ചു ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനു വേണ്ടി ഞാൻ നിൽക്കും. എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള ഒരു വിവാഹ പങ്കാളിയെ ഞാൻ തിരഞ്ഞെടുക്കും. അങ്ങനെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ വിവാഹത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തെപ്പറ്റിയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പ്രധാനമായിട്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വപ്നയോട് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം മിഷൻ പ്രവർത്തനമാണ് എൻ്റെ മനസ്സിൽ മുഴുവനുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു തടസ്സമാകുന്നുള്ള എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഞാൻ ആ സമയത്ത് അങ്ങനെയാണ് ചിന്തിച്ചത്. കാരണം അതുവരെയും ഞാൻ വിവാഹം കഴിക്കേണ്ടെന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ തീരുമാനം മാറുന്നത് തന്നെ എനിക്കൊരു പനി വന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക് കുറച്ച് സമയം, ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ഒറ്റയ്ക്ക് സാന്ത്വനയിലായിരിക്കേണ്ട ഒരു സമയം വന്നു. എന്നുവെച്ചാൽ സാന്ത്വനയിൽ ബാക്കിയുള്ളവരുണ്ട്, അവർ ഒരു പ്രോഗ്രാമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ശാരീരികമായി ഞാൻ വീക്കായിരിക്കുന്നു, ഞാൻ ഛർദ്ദിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ സ്വപ്നയോട് പറഞ്ഞത്, നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, നമുക്ക് നമ്മുടെ മിഷൻ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ കുട്ടികളാണെന്ന് അങ്ങ് കരുതി അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു സജഷൻ. അപ്പോൾ സ്വപ്ന എന്നോട് പറഞ്ഞു, എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ, ഒരു കൊച്ചെങ്കിലും നമുക്കാകാം. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിലാണ് ഞാനത് സമ്മതിക്കുന്നത്. ദൈവം വളർത്താൻ ഏൽപ്പിക്കുന്ന മക്കളുടെ എണ്ണം നിജപ്പെടുത്തേണ്ടത് മനുഷ്യരാണോ? വളരെ സങ്കീർണമായ ഒരു ചോദ്യം. മക്കളുടെ എണ്ണക്കൂടുതൽ അപമാനകരമായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കും. അത്തരമൊരു കാലഘട്ടത്തിൽ സ്വപ്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരവും ആ ദമ്പതികൾ കൈക്കൊണ്ട തീരുമാനവും ഇന്നും പ്രസക്തമാണ്. അന്നും എനിക്കിങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ വേണോ അങ്ങനെ ഒരു ഐഡിയ അന്ന് നമുക്കില്ല. ആഗ്രഹിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാം, പിന്നെ നമുക്ക് എപ്പോൾ വേണേലും ആകാം, അങ്ങനെയൊക്കെയാണ് അന്നത്തെ പഠനം. അതിൽ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് അന്ന് അറിവില്ല. പക്ഷേ ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞ് ഒരു 5 മാസം പ്രായമുള്ളപ്പോഴാണ് രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി എൻ്റെ മനസ്സിൽ എനിക്ക് വേറൊരു ബോധ്യം കൂടെ കിട്ടി. ഇത് ഇങ്ങനെ ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് ജീവൻ എന്നുള്ളത്. എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാനോ ഒന്നും പറ്റില്ല. എനിക്കിത് വ്യക്തത വേണം, വ്യക്തമായിട്ട് ഇത് അറിയാനായിട്ട്. ഇത് ആരെയാണ് ഞാനിത് അതുകൊണ്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ചും പ്രാർത്ഥിച്ചു. ഒരുപാട് ഫാസ്റ്റിംഗ് എടുത്തു. ഒരുപാട് മാസങ്ങൾ അതിനുവേണ്ടി മനസ്സിൽ രാത്രിയും പകലും എന്ന പോലെ കരഞ്ഞ് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഒരു ദിവസം കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ലൈബ്രറി ഞങ്ങളുടെ കയ്യിലുള്ള ഇച്ചിരി കളക്ഷനിൽ നിന്ന് ഒരു പുസ്തകം കിട്ടി, ജീസസ് കോൾസ് എന്ന് പറഞ്ഞിട്ട്. തുറന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അതൊരു ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ കണ്ടു, ഫാമിലി ലൈഫിനെ കുറിച്ച് ഈശോ ജുൾക്ക എന്ന് പറയുന്ന ഒരു വിഷണറിക്ക് വ്യക്തമായിട്ട് കർത്താവിൻ്റെ കാഴ്ചപ്പാട് 1973 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ആദ്യം തൊട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ ദാഹം പിടിച്ച പോലെ ഞാനിങ്ങനെ വായിച്ചു തുടങ്ങി. അപ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച അതേ കാര്യങ്ങൾ ഇന്നത്തെ ഫാമിലി ലൈഫ് എങ്ങനെയാണ് കാണുന്നതെന്നും ദൈവം അതിനെ എങ്ങനെ കണക്കാക്കുന്നു, ഇങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ മനസ്സിൽ പോലും നമ്മൾ അങ്ങനെ അതിനെതിരെ ചിന്തിക്കാതെ ഹൃദയത്തിൽ ആദ്യം സ്വീകരിക്കണം, കണക്കാക്കണമെന്നാണ് ഈശോ അതിനകത്ത് മെസ്സേജ് കൊടുക്കുന്നത്. ഡൽഹിയിൽ ജീവിക്കുന്ന ഒരിടത്തരം മലയാളി കുടുംബം അവരുടെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ, ദൈനംദിന ആവശ്യങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ താങ്ങാനാവുമോ? സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോയാൽ സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ സർവശക്തനിലുള്ള ആശ്രയം മാത്രമായിരുന്നു ഈ ദമ്പതികളുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി. ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ലോകത്ത് വളരെ മറ്റുള്ളവരുടെ മുൻപിലും ഒക്കെ വളരെ സമ്പന്നമായ രീതിയിൽ ജീവിക്കുക എന്നതിനേക്കാൾ അപ്പുറം ദൈവഹിതമനുസരിച്ച് ജീവിക്കുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങളുടെ സാമ്പത്തികമായ ഞങ്ങളുടെ പരാധീനതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റിയത്.
പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകൃതമാകാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് ദൈവം തരുമായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതങ്ങ് കഴിയുമ്പോഴേക്കും കർത്താവ് ഒന്നുകിലും ആ സമയത്തൊക്കെ ആയിരിക്കും ആ ഒരു സഹായം ഞങ്ങൾക്ക് വിചാരിക്കാതെയും പ്രതീക്ഷിക്കാതെയും ലഭിക്കുക. അത് ചിലപ്പോൾ ഞെരുങ്ങാനുള്ള സമയമാണ്, ഞെരുങ്ങാനുള്ളത് കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് വിചാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇത് ഞാൻ മുന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ട്, കഷ്ടപ്പാടും ഞെരുക്കവും ഈ വഴിക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക, അത് സ്വീകരിക്കുക. ദൈവത്തെയും സ്വീകരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. മറ്റുള്ളവർ ഒപ്പം നടക്കാനും ഒന്നും നമുക്ക് അങ്ങനെ ചിന്തയില്ല. അപ്പം അത് കുഞ്ഞുങ്ങൾക്കും ഇല്ല. കാരണം നമ്മൾ ആ രീതിയിൽ നമ്മളെ മാത്രമേ അവർ കാണുന്നുള്ളൂ. അപ്പോൾ അവർക്കും അങ്ങനെ ചിന്തിക്കാനാണ് അവർക്കും തോന്നുള്ളൂ. അവരും അങ്ങനെ ഡിമാൻഡ് ചെയ്യാറില്ല, കുറേ കാര്യങ്ങൾ വേണം, മറ്റുള്ളവരെ പോലെ നടക്കണമെന്ന് അവരൊരിക്കലും പറയാറില്ല. ഈ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ മക്കൾ വിശ്വാസ ജീവിതത്തിൽ നിന്നകന്ന് തെറ്റായ ബോധ്യങ്ങളിലൂടെ നീങ്ങാനുള്ള സാധ്യത വലുതാണ്. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഒരിക്കലും ചിന്തിക്കാത്ത കുടുംബങ്ങളിൽ പോലും സംഭവിക്കുന്ന ദുരന്തങ്ങൾ നാം ഏറെ കാണുന്നുണ്ട്. ഈ ദമ്പതികൾ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളാനിടയായതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ടായിരുന്നു. അത് കുട്ടികളുടെ പഠനം ഹോം സ്കൂളിംഗ് രീതിയിലാക്കാനിടയായി. ഞങ്ങൾക്ക് 4ാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പിള്ളേരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, അത് രാവിലത്തെ ഡ്യൂട്ടി ആകുമ്പോൾ വെളുപ്പിന് പോകണം. അപ്പം ബാക്കി കുട്ടികൾ സ്കൂളിൽ വിടുന്ന സമയം അവിടെ ഡൽഹിയിൽ നമുക്ക് 6 മണിക്ക് ഒക്കെയാണ് സ്കൂളിൽ വിടുന്ന സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഹസ്ബൻഡ് തന്നെയായിരിക്കും മറ്റേ കുട്ടികളെ അവരും കൂടെ എഴുന്നേൽക്കുന്ന കാരണം നമുക്ക് അവരെ സമയത്തിന് വിടാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ നാൾ സ്കൂൾ മുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം സ്കൂൾ മുടങ്ങാതെ പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇവരെല്ലാം നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് വിടാൻ ഇനി ബുദ്ധിമുട്ടാകും, ഇനി എന്നാ വേറൊരു വഴി എന്ന് കർത്താവെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹോം സ്കൂളിങ്ങിൻ്റെ ഐഡിയ വന്നത്. ഇപ്പോൾ ഹോം സ്കൂളിങ്ങിനെ പറ്റി നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. അമേരിക്കയിലുള്ള ചില ജീസ് യൂത്ത് സുഹൃത്തുക്കൾ, നേരിട്ട് എനിക്ക് അവരുമായിട്ട് ബന്ധമില്ലെങ്കിലും നമ്മൾ അവരെ പറ്റി കേട്ടിട്ടുണ്ട്. ഡോക്ടർ സുനിലും ഡോക്ടർ സിന്ധുവും അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഹോം സ്കൂളിംഗ് ചെയ്യുന്നു, അതുകൊണ്ട് അവർക്ക് കുട്ടികളെ നന്നായി വളർത്താൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പ്രാക്ടിക്കലി അത്തരമൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഒരുപാടൊക്കെ സെർച്ച് ചെയ്തും ഒക്കെയാണ് നമ്മളെങ്ങനെ ഈ ഹോം സ്കൂളിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത്. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തുമൊക്കെ അങ്ങനെ പിന്നീട് നമ്മൾ നല്ലൊരു കരിക്കുലം കണ്ടെത്തി, ഒരു സെൽഫ് ലേണിങ്ങിന് പറ്റാവുന്ന ഒരു കരിക്കുലം കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. മൂത്ത മകൻ അന്ന് 4ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ആൾ 2ാം ക്ലാസ്സിലാണ്. ആ സമയത്താണ് ഞങ്ങൾ ഹോം സ്കൂളിംഗ് തുടങ്ങുന്നത്. ഹോം സ്കൂളിങ്ങിൽ ഒരു അനിമേറ്റർ പിന്നീട് വരാനായിട്ട് ഇടവന്നു. അങ്ങനെ ഒരു അനിമേറ്ററുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും കൂടിയാണ് ഹോം സ്കൂളിംഗ് തുടങ്ങിയത്, മുന്നോട്ട് കൊണ്ടുപോയത്. ഹോം സ്കൂളിംഗ് തുടങ്ങിയതിനു ശേഷം തങ്ങളുടെ മക്കൾക്ക് ഓരോ ദിവസവും ധാരാളം സമയം ലഭിച്ചു എന്ന് ഈ മാതാപിതാക്കൾ ഓർമ്മിക്കുന്നു. ദിവസവും 6 മണിക്കൂർ പഠനശേഷം 3 നേരം പ്രാർത്ഥനയ്ക്കായും ഇടവകയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്കായും ഇവർ സമയം ചെലവഴിച്ചിരുന്നു. മറ്റുള്ളവരുമായി നല്ല ബന്ധം സൃഷ്ടിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലാണേലും അതൊരു പ്രെയർ ടൈം ഒരു നല്ലൊരു സമയമല്ല. കാരണം ഷിഫ്റ്റ് ഡ്യൂട്ടിയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു അറേഞ്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഹോം സ്കൂളിംഗ് ആയ പിന്നെ ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾക്ക് കൊന്തയും, ഉച്ചയ്ക്ക് 3 മണിക്കൊരു പ്രെയറും, വൈകുന്നേരം ഒരു പ്രെയറും, അങ്ങനെയായിട്ട് അത് അറേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയവും എല്ലാം ഒരു ഓർഡറിൽ പോകാൻ തുടങ്ങി. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. കാരണം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടി, കുർബാനയ്ക്ക് പറഞ്ഞു വിടാനും, അതുപോലെ അവരെന്തെങ്കിലും പ്രോഗ്രാമൊക്കെ പള്ളിയിൽ വരുമ്പോൾ അവരുടെ പ്രാക്ടീസിനൊക്കെ കുട്ടികൾ തന്നെയാണ് അവിടെ പോവുകയും സമയം കണ്ടെത്താനും ഒക്കെ ഞങ്ങളുടെ ഈ സിസ്റ്റം മുടങ്ങാതെ പോവുകയും ചെയ്യും. അതേസമയം പള്ളിയിലെ ആക്ടിവിറ്റീസിൽ അവർ നന്നായിട്ട് ഇൻവോൾവ് ആവുകയും ചെയ്യും. അതുപോലെ അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ കെയറും ഒക്കെ അവർക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് പുറത്തുനിന്ന്
ഒരു സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസ് കൂടുതൽ കിട്ടാൻ തുടങ്ങി. സർക്കാർ സർവീസിലായിരുന്ന സപ്നയ്ക്ക് ഏറെ തടസ്സങ്ങളുണ്ടായിരുന്നു. പ്രസവാവധി 2 കുട്ടികൾക്ക് വരെയേ ലഭിക്കൂ എന്ന വലിയ പരിമിതി ആ കുടുംബത്തിന് വെല്ലുവിളിയായിരുന്നു. എന്നാൽ എല്ലാ തടസ്സങ്ങളിലും ഇടപെടുകയും എല്ലാ ചോദ്യങ്ങൾക്കും സമയത്ത് തന്നെ ഉത്തരം നൽകുകയും ചെയ്തിരുന്ന ദൈവം അവിടെയും ഇടപെട്ടു. 2008, 2009 ആ കാലഘട്ടത്തിൽ ഒക്കെ ആ സമയത്ത് നമുക്ക് അറിയാം ഗവൺമെൻറ്റിൽ 2 മെറ്റേണിറ്റി ലീവേ ഉള്ളൂ. അപ്പം മറ്റുള്ളവർ പറയാൻ തുടങ്ങിയാണ് ഇങ്ങനെ ലീവൊക്കെ നമുക്ക് ഗവൺമെൻറ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ അന്ന് വിചാരിക്കാതെ മെറ്റേണിറ്റി ലീവ് കൂടുകയാണ് ചെയ്തത്. 6 മാസത്തേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ 2 പേർക്കേ കിട്ടുള്ളൂ. അപ്പം എനിക്ക് അത് എന്നെ സംബന്ധിച്ച് ഇനി 3-ാമത്തെ ആയി 4-ാമത്തെ ആയി. എനിക്ക് 4-ാമത്തെ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം 3 മാസമായ ഒരാളെ കുഞ്ഞിനെ എനിക്ക് അങ്ങനെ വീട്ടിലാക്കിയിട്ട് പോകേണ്ടി വരുന്നല്ലോ. ദൈവമേ, എനിക്ക് ഇനി ഈ ഗവൺമെൻറ് സർവീസിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എനിക്ക് ലീവിൻ്റെ വേറൊരു അറേഞ്ച്മെൻ്റ് ഇല്ലല്ലോ എന്നിങ്ങനെ ഒത്തിരി വിഷമിച്ച് ഞാൻ കുറേ ദിവസങ്ങൾ ഞാൻ കരഞ്ഞു കൊന്തയല്ലി. കാരണം എനിക്ക് വേറെ ഒന്നും അറിയില്ല, എന്നെ ചെയ്യുക ഇങ്ങനെ ഒരു വിഷമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് മാതാവിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കൊന്തയല്ലി. ഞാൻ ആ പ്രാവശ്യം 3 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞ് കാണും ഒരു പെട്ടെന്നൊരു ന്യൂസ് നമുക്ക് ഒന്ന് പേപ്പർ വരുവാണ്, ഗവൺമെൻറ് എംപ്ലോയീസിന് 2 വർഷത്തെ ചൈൽഡ് കെയർ ലീവ് ഒരു എംപ്ലോയിക്ക്, ഒരു വിമൻ എംപ്ലോയിക്ക് അനുവദിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഈ ഒരു സെറ്റപ്പിലേക്ക് അത് വന്നല്ലോ, ഈ സിസ്റ്റത്തിലേക്ക് കർത്താവ് അങ്ങനെ നടന്നു. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെ കർത്താവ് സക്സസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇപ്പോഴേ ഈ ഒരു ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ. എട്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന സമയത്താണ് ഈ കുടുംബം വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നത്. ഒരുപക്ഷെ കുട്ടികളുടെ ഭാവിയെയും കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തെയും ഗുരുതരമായി ബാധിക്കുമായിരുന്ന ഭീഷണിയായിരുന്നു അത്. ആ കാലത്ത് സപ്നയ്ക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ആരും തകർന്നു പോയേക്കാവുന്ന ആ നാളുകളെ ഈ കുടുംബം നേരിട്ടത് പ്രാർത്ഥനയുടെ പിൻബലത്തോടെയാണ്. അപ്പോൾ ഇങ്ങനെ 8-ാമത്തെ കുഞ്ഞിൻ്റെ സമയത്ത് ഞങ്ങൾ ഓൾറെഡി നേരത്തെ ഒരു ഫിലോമിന എന്നുള്ള പേര് ഇങ്ങനെ ഷാലോമിൽ കണ്ട് നമ്മൾ ആ പേര് ഇഷ്ടപ്പെട്ട് ആ കഥ ഇഷ്ടപ്പെട്ടതാണ് പുണ്യവതിയുടെ. അപ്പോൾ നമ്മൾ അടുത്ത കുഞ്ഞായിക്ക് നമുക്ക് ഫിലോമിന എന്ന് പേര് കൊടുക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങ് 8-ാമത്തെ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ആയില്ല 3 മാസമൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബ്രസ്റ്റിൽ പല മുഴ ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷേ അത് ബ്ലീഡിങ് തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഡോക്ടറിനോട് ഇപ്പോഴേ ചെന്ന് പറഞ്ഞാൽ അത് അവർ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവോയ്ഡ് ചെയ്യൂല കൊച്ചിനെ, അവോയ്ഡ് ചെയ്യാൻ ആദ്യമേ പറയുമല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു 2 മാസം കൂടെ വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് പോയി ഡോക്ടറിനെ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു വേഗം സർജറിക്കാരെ കാണിക്കണം. അപ്പോൾ സർജനായ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവർ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എഴുതി തന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ഞാനത് വീട്ടിലൊന്നും പറഞ്ഞില്ല, കാരണം ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും. പക്ഷേ എനിക്ക് കുറേ നാൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ച് ദൈവമേ ഇതെങ്ങനെ സ്വീകരിക്കും എന്ന് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാരണം ഇത് ചില സമയത്ത് തിരക്ക് കൊണ്ടൊന്നും മറന്നു പോകും, പക്ഷേ സാധാരണ പോലെ ഡ്യൂട്ടി ചെയ്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു പുറത്തേക്ക് പറയാനുള്ള വിഷമം കൊണ്ട് വീട്ടിലും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ 1-2 മാസം കഴിഞ്ഞിട്ട് ഇതിന് റിസൾട്ട് വരുമ്പോൾ പോസിറ്റീവാണ്, ക്യാൻസർ പോസിറ്റീവായിട്ട് റിസൾട്ട് വരുന്നു. പിന്നെയാണ് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു അപ്പോൾ തന്നെ പിള്ളേരോടും പറഞ്ഞു. ഞങ്ങൾ 3 മണിയുടെ പ്രയറിനെ ഞാനും എല്ലാ കുട്ടികളും ഉണ്ട്, എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് സപ്ന ഫോൺ ചെയ്യുന്നത്. ബയോപ്സി റിപ്പോർട്ട് കിട്ടി, ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട്. അത് ഫോൺ കിട്ടി, അത് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഞാൻ അല്പസമയം അങ്ങ് മിണ്ടാതിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആണ്, പപ്പയ്ക്ക് എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അവരിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി.
അപ്പോൾ അതിനിടയിൽ എന്നോട് മൂത്ത മകൻ ചോദിച്ചു, എന്ത് പറ്റി മമ്മിക്ക്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മിക്ക് ക്യാൻസർ ആണെന്ന്. പിന്നീട് എനിക്കങ്ങ് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാനങ്ങ് മിണ്ടായിരിക്കുകയാണ് ടെൻഷൻ കൊണ്ട്. മിണ്ടിയ ഞാൻ കരഞ്ഞു പോകുന്നുള്ളത് പോലെയുള്ളൊരു ഫീലാണ് ആ സമയത്ത് എനിക്ക്. ഞാൻ മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ഇടയിലും ആ ഫീൽ അങ്ങ് പരക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും അങ്ങ് വിഷമത്തിലാകുന്നത് കാണാൻ പറ്റുമായിരുന്നു. കുട്ടികളെ അതിലേക്ക് വിടരുതെന്നുള്ള ആഗ്രഹം ഉണ്ട്. അതേസമയം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു സ്ട്രഗിളിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം, നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ എല്ലാം, നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ ആ കരുണ കൊന്ത അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പിള്ളേരെല്ലാവരും അന്നേരം തൊട്ട് എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ആദ്യം പേടിച്ചെങ്കിലും പിന്നെ ദൈവം നമുക്ക് ശരിയാക്കി തരും. ഇതുവരെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു കൊടുത്തനുസരിച്ച് അവർക്ക് വേറെ സംശയമൊന്നുമില്ല, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ജിയാനയുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് സമാനമായൊരു ആരോഗ്യ പ്രശ്നം. അതായിരുന്നു സപ്ന നേരിടേണ്ടിയിരുന്നത്. ക്യാൻസറിനു ചികിത്സിക്കാൻ തീരുമാനിച്ചാൽ ദൈവം നൽകിയ കുഞ്ഞിൻ്റെ വിധി എന്താവും? മറ്റു കുഞ്ഞുങ്ങളെ പ്രതി അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിരുന്നു ചികിത്സകരുടെ നിർദ്ദേശം. എന്നാൽ സപ്നയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞു, ഇനി ഇത് ഒരു എല്ലായിടത്തേക്കും പടർന്നു കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം നോക്കുന്നിടത്തൊക്കെ ഇതിൻ്റെ ലീഷനാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഡെലിവറിയും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ കീമോ ഒക്കെ തുടങ്ങാമെന്ന് പറയുമ്പോൾ ഒത്തിരി ലേറ്റ് ആവില്ലേ, ഇത് നിങ്ങൾക്കിത് റിസ്ക്കാന്ന് തോന്നണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ കുഞ്ഞിനും കൂടെ അപകടമല്ലേ, അപ്പം നമുക്കിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റു കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാവുമെന്ന് ഭയമില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ ജന്മം തരാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞിനെ വളർത്താൻ ആർക്കും പറ്റും, ബാക്കി എല്ലാ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഈ കുഞ്ഞായിട്ട് ഈ ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ ഞാൻ മാത്രം വിചാരിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു വില ഞാൻ തന്നെ ചിന്തിക്കുകയുള്ളൂ, എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡോക്ടറിന് നല്ല ദേഷ്യം വന്നു. പുള്ളിക്കാരി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ ഒന്നും മിണ്ടിയില്ല. അക്കാലം മുതൽ ഇന്നോളവും കുടുംബാംഗങ്ങളുടെയും തങ്ങളെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥനയുടെ വലിയ പിൻബലം സപ്നയ്ക്കുണ്ട്. വാട്സാപ്പ് വഴിയും മറ്റും അക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ട പ്രാർത്ഥനാ സന്ദേശങ്ങൾ വഴി അനേകർ ഇന്നും ഈ കുടുംബത്തെ ഓർമ്മിക്കുന്നു. കർത്താവ് ആ സമയത്ത് ഒത്തിരി പേരെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തന്നു. ഒത്തിരി പേര് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുപോലെ ആൾക്കാർ പ്രാർത്ഥിക്കാനും, അതിൽ ഇടവകയിലെ അച്ഛനും സിസ്റ്റേഴ്സും അതുപോലെ ഒത്തിരി ആൾക്കാരും അതുപോലെ നമ്മുടെ അറിയുന്നവരും ഒക്കെ വിളിച്ച് ഫോണിൽ കൂടെയൊക്കെ പ്രാർത്ഥന ഒരുപാട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ പള്ളിയിൽ ആരാധനയൊക്കെ വെച്ചു, കോൺവെൻറ്റിൽ ആരാധനയൊക്കെ വെച്ചു 9 ദിവസം അങ്ങനെ പ്രാർത്ഥന. അപ്പം നമുക്ക് ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ചുറ്റിനുണ്ട്, തൊട്ടടുത്തുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗിൽ കൂടെയാണ് നമ്മൾ പിന്നെ പോകുന്നത്. നമുക്ക് കാരണം ആദ്യത്തെ എൻ്റെ സ്ട്രഗിളേ ഇല്ല. കാരണം ആദ്യം ഞാൻ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അന്നേരം അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾ എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. കാരണം പിന്നെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ആരെങ്കിലും ഞാനൊന്ന് ഒത്തിരി ഡിമായി കഴിഞ്ഞാൽ ആരെങ്കിലും വരും, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അറിയാത്തവരും ഒക്കെ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എനിക്ക് മറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ കണക്കാക്കുന്നത് ദൈവം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൻ്റെ പേരിൽ ദൈവം തന്നെ പറഞ്ഞ ഞങ്ങളുടെ ബലഹീനത കണക്കിലെടുത്ത് ദൈവം ഞങ്ങളെ പറ്റാവുന്നതിലധികം സഹായിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ കർത്താവ് ഞങ്ങളെ സഹായിച്ച വിധങ്ങളായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഇതെല്ലാം പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾക്ക് വലിയ സ്ട്രെങ്ത്തായിട്ട് തീർന്നിട്ടുണ്ട്, ഞങ്ങൾ ആത്മീയമായിട്ട് വളർത്താനും. ഇപ്പോൾ ഇപ്രാവശ്യം 2ാമത് സപ്നയ്ക്ക് അന്നങ്ങ് മാറിയിട്ട് വീണ്ടും സപ്ന ജോയിൻ ചെയ്തു. പിന്നീട് അങ്ങ് സർജറി കഴിഞ്ഞു, മറ്റു കീമോയും റേഡിയോതെറാപ്പിയും എല്ലാം അങ്ങ് കഴിഞ്ഞ് സപ്ന വീണ്ടും ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല 2ാമത് വരുമെന്ന്, കാരണം ഇത്രയും പ്രാർത്ഥനയുടെ പിൻബലം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചും. പക്ഷേ വീണ്ടും സപ്നയ്ക്ക് ലങ്സിലേക്ക് പടർന്നു എന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തപ്പോൾ അതിനെ സ്വീകരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് വരേണ്ടതാണ്. കാരണം സാധാരണഗതിയിൽ 2ാമത് വന്നാൽ റിസ്ക് പാറ്റേൺ കൂടുതലാണ്. അതൊരു 4th സ്റ്റേജിലേക്കാണ് ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടുതൽ ഞങ്ങൾ ബുദ്ധിമുട്ടിലാകേണ്ടതാണ്. പക്ഷേ കർത്താവിൻ്റെ വലിയ കൃപ എല്ലാതും
മുൻപ് ആ ഒരു കഥയിൽ കേട്ടതുപോലെ ഇതും കഴിഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നിനെപ്പറ്റിയും പേടിക്കാനില്ല. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ പ്രത്യേക ദാനമായതുകൊണ്ട്, ഓരോ കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി ഉള്ളതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് വിട്ട് വേറെ ഒന്നും നമുക്ക് സംഭവിക്കാനില്ല എന്നുള്ള ഒരു ധൈര്യം നമ്മളെ ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കാനും ഞങ്ങൾക്ക് ഇപ്പോഴും സന്തോഷമായിരിക്കാനും സാധിക്കുകയാണ്. ചെറുപ്പകാലം മുതൽ സപ്നയും ജോജുവും സ്വായത്തമാക്കിയ ആത്മീയ ബോധ്യങ്ങളുടെ ആഴം വലുതാണ്. തങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ദൈവം അറിയാതെയല്ല എന്ന ഉറപ്പ് അവർക്ക് മാത്രമല്ല, മക്കൾക്കുമുണ്ട്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആത്മീയതയിൽ കൂടുതലായി ആഴപ്പെടാൻ ഇവർ പരിശ്രമിക്കുന്നു. നാട്ടിലേക്ക് ഞാൻ രണ്ടാമത് വന്ന ജൂണിലാണ്. ആ സമയത്ത് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കുർബാനയ്ക്ക് പോവുകയും കുർബാന എല്ലാ ദിവസവും പങ്കെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എനിക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ആരോഗ്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അതുവരെ എനിക്കൊരു എൻ്റെ ഒരു ആ ധൈര്യം കൊണ്ട് പോകുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ കർത്താവിന് ഇനിയും വിട്ടുകൊടുക്കാനുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് പോകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് എവിടെയും വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് കർത്താവ് കാണിച്ചു തരുന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു സമയത്ത് പിള്ളേരെയും ഒക്കെ ഞാനിനി എനിക്ക് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക, എല്ലാം കർത്താവ് തന്നു, കർത്താവിൻ്റെ വഴിയിൽ കർത്താവ് തന്നെ അവരെ നോക്കട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കർത്താവ് അനുവദിച്ചാൽ മാത്രം. ആ ഒരു സാഹചര്യത്തെ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കർത്താവിന് ഇപ്പോൾ എനിക്ക് കർത്താവും ഞാനും എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ കൂടുതൽ സമർപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൂർണ്ണമായിട്ടും സാധിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ദൈവം അത് തന്നെയാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതെനിക്ക് കൂടുതൽ ആശ്വാസം തരുന്നുണ്ട്. വായിച്ചവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ പുസ്തകമല്ല ഈ കുടുംബത്തിൻ്റെ ജീവിതം. ഈ ലോകത്തിൻ്റെ ഭൗതിക നേത്രത്തിന് വിശദീകരണമില്ലാത്ത ഏറെ ദൈവീക രഹസ്യങ്ങൾ ഓരോ വരികൾക്കുമിടയിലുണ്ട്. ദൈവം മനുഷ്യജീവനെ എത്രമാത്രം വിലമതിക്കുന്നുവോ അത്രത്തോളം ആഴമേറിയതാണ് ജീവനെക്കുറിച്ചുള്ള ഇവരുടെ തിരിച്ചറിവുകളും. ഈ പ്രോലൈഫ് ഫാമിലിയിൽ നിന്നും നമുക്കും ഈ സമൂഹത്തിനും ഏറെ പഠിക്കുവാനുണ്ട്. അതിനു മുൻപ് ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം നമുക്ക് മാറ്റിവെക്കാം.